അങ്ങനെ ഞങ്ങൾ എമ്പുരാൻ കണ്ടു. വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് കുളിച്ചു റെഡിയായി അങ്ങനെ പോയി പടം കണ്ട്. നമ്മളൊരു 4 മണിയായപ്പോഴേ എഴുന്നേറ്റു. ആദ്യം പടത്തിന്റെ പോസിറ്റീവ്സ് പറയാം. അതെ അതെ, നല്ല മൂവിയാണ് ആക്ച്വലി. നല്ലൊരു സിനിമോട്ടോഗ്രാഫി ഉണ്ട്, സ്ക്രീൻ പ്ലേ, ഡയറക്ഷൻ നല്ല രീതിയിലാണ് പടം എടുത്തു വെച്ചേക്കണേ. അതെ അതെ, ആക്ഷൻസ് ഒക്കെ പറയുകയാണെങ്കിലും ലൈക്ക് ഒരു ഹോളിവുഡ് ടച്ചിലാണ് ആക്ഷൻസ് ഒക്കെ എടുത്ത് വെച്ചേക്കുന്നത്. കുറെ സീൻസ് ഒക്കെ ഉണ്ട്, എബ്രോഡിലുള്ള കുറെ ആക്ഷൻ സീൻസിലൊക്കെ നന്നായിട്ടുണ്ട്. പിന്നെ ചില ആക്ഷൻ സീൻസ് ഒക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാറുണ്ട് തോന്നി. പിന്നെ പക്ഷെ ഓവറോൾ പറയുകയാണെങ്കിൽ പടം നല്ലതാണ്, അടിപൊളിയാണ്. പിന്നെ ഇതിനകത്ത് കുറേ കഥകൾ കൊണ്ടുവരുന്നതുകൊണ്ട് ചെറിയൊരാഴ്ചയിലേക്ക് ഇടയ്ക്ക് തോന്നുമെങ്കിൽ 3 മണിക്കൂറുണ്ട് പടം. സോ എക്സാക്ട്ലി പറയുകയാണെങ്കിൽ 2 hour 59 minutes ഉണ്ടായിരുന്നു. എന്നിരുന്നാലും പടം നല്ലതാണ്. ഒരു ലൈക്ക് നമുക്ക് അങ്ങനെ പൈസ പോയതായിട്ടുള്ള ഒരു റിഗ്രറ്റോ കാര്യങ്ങളൊന്നും തോന്നുന്നില്ല, നല്ലൊരു പടം. പിന്നെ ഇടയ്ക്കൊക്കെ തോന്നിയ ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ നമ്മുടെ വെഞ്ഞാറമൂടിന് കുറച്ചും കൂടെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കായിരുന്നു, കുറച്ചും കൂടെ കണ്ടന്റ് കൊടുക്കായിരുന്നു എന്നൊക്കെ തോന്നി. അത്രേ ഉള്ളൂ. സോ L3 ഉണ്ട്, ആ രീതിയിലാണ് കഥ ഇരിക്കുന്നത്. പിന്നെ വില്ലനെ കണ്ടപ്പോൾ നമ്മൾ ആരും പ്രതീക്ഷ ഒരു വില്ലനല്ല, നമ്മൾ വിചാരിച്ചു ഫഫയൊക്കെ വരും എന്നൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. നിങ്ങളും പോയി പടം കാണുക, സ്പോയിലർ ഒന്നും പറയുന്നില്ല, പടം കാണ്, എൻജോയ് ചെയ്യും. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ എനിക്ക് ലൂസിഫർ ആണ് കുറച്ചും കൂടെ എമ്പുരാനെക്കാട്ടിൽ ഏർച്ചിരിക്കുന്നതായിട്ട് തോന്നിയത്. ഇപ്പം റാങ്കിങ് പറയുവാണെങ്കിൽ ആദ്യം ലൂസിഫർ, പിന്നെ എമ്പുരാൻ. എനിക്ക് എക്സ്പെക്ടേഷൻ പോലെ ഉണ്ടായിരുന്നു പടം. അപ്പം പലർക്കും പല അഭിപ്രായമായിരിക്കും. അതെ അതെ, പക്ഷെ പടം നല്ലതായിരുന്നു. പിന്നെ പറയാതിരിക്കാൻ പറ്റില്ല, ലാലേട്ടൻ്റെ എൻട്രി മാസായിരുന്നു. മാസ് എൻട്രി തന്നെ, അത് എപ്പോഴും പോലെ തന്നെ ലാലേട്ടൻ ഒരു രക്ഷയില്ല. എൻട്രി തന്നെ ഭയങ്കര രസമായിരുന്നു, നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും. നല്ല മാസ് സീൻസ് ഉണ്ട്. അതെ അതെ, പിന്നെ ആണെങ്കിലും ഇതിന് മുമ്പ് ഞങ്ങൾ വെളുപ്പങ്ങാലത്തേക്ക് എഴുതിട്ട് പോയതാണ്. രാവിലെ തന്നെ കാണാനാണെങ്കിൽ നല്ല റഷ് ഉണ്ടായിരുന്നു. നമ്മൾ ബാംഗ്ലൂരിൽ ഫോർമാളിലാണ് കണ്ടത്, നല്ല റഷ് ഉണ്ടായിരുന്നു, ഒരു വ്ളോഗ് പോലെ. പിന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതെ അതെ, മോശമൊന്നും പറയാനില്ല. പിന്നെ പൃഥ്വിരാജിന്റെ ഫൈറ്റും നല്ല ഉണ്ടായിരുന്നു, നല്ല രസമായിരുന്നു. നല്ലതായിരുന്നു. എനിക്ക് മെയിനായിട്ട് ഇഷ്ടപ്പെട്ടത് ഇതിലുള്ള ഫോറിൻ സീക്വൻസസ് ആണ്. കുറെ നല്ല ആക്ഷൻ സീൻസ് എടുത്തേക്കുന്നത്. നമ്മുടെ ഇന്ത്യയിലുള്ള കുറെ ഫൈറ്റ് സീൻസ് കുറച്ച് ഇമ്പ്രൂവ് ചെയ്യായിരുന്നു തോന്നി. ബാക്കിയുള്ളതൊക്കെ നല്ല ഇതായിട്ടാണ് എടുത്തേക്കുന്നത്. പടം ഒന്ന് കാണുക, ഒരു നല്ല എക്സ്പീരിയൻസ് ആണ്. ഒരു വെറൈറ്റി മലയാളത്തിൽ ഇങ്ങനെ ഒരു രീതിയിലൊരു പടം ആദ്യമായിട്ടായിരിക്കും.